സപ്ലൈ ചെയിനിലെ സ്റ്റോറേജിന് വേണ്ടി ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ സ്പേസസിനെയാണ് നമ്മൾ വെയർഹൗസ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ റോ മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനായിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള സ്പേസസിനെല്ലാം നമ്മൾ വെയർഹൗസ് എന്ന് വിശേഷിപ്പിക്കും. ഇതിൽ തന്നെ നമുക്ക് വാരിയസ് വെയർഹൗസസ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, പ്രൈവറ്റ് വെയർഹൗസസ്, പബ്ലിക് വെയർഹൗസസ്, ഗവൺമെന്റ് വെയർഹൗസസ്, ബൗണ്ടഡ് വെയർഹൗസസ് ആൻഡ് ഓൾസോ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സ്. നമുക്ക് അതിൽ തന്നെ ബോണ്ടഡ് വെയർഹൗസിന് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് നമ്മളുടെ ഇവിടുത്തെ MIV-CFSലെ ബോണ്ടഡ് വെയർഹൗസ്. യെസ്, ഓഫ് കോഴ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു ലോജിസ്റ്റിക്സ് മേഖല എന്ന് പറയുന്നത് വെയർഹൗസ് മാനേജ്മെന്റ് സെക്ടർ ആകുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് വെയർഹൗസ് അസിസ്റ്റന്റ് ആയി പോകാം, അല്ലെങ്കിൽ വെയർഹൗസ് സൂപ്പർവൈസേഴ്സ് ആവാം, വെയർഹൗസ് അസോസിയേറ്റ്സ് ആവാം, സർവേയേഴ്സ് അല്ലെങ്കിൽ ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് പോകാം. ഈ ഒരു മേഖലയിലാണോ നിങ്ങൾ ജോലി ആഗ്രഹിക്കുന്നത് എങ്കിൽ ഞങ്ങളുടെ 3 month വെയർഹൗസ് മാനേജ്മെന്റ് കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.